വലിയൊരു സന്തോഷ വാർത്ത നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. UIMO യൂണിഫൈഡ് ഇന്റർനാഷണൽ മാത്തമാറ്റിക്സ് ഒളിമ്പ്യാഡ് എന്ന് പറയുന്ന വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒളിമ്പ്യാഡ് എക്സാമിനേഷൻസിലെ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ, അതിന്റെ റിസൾട്ട് വന്നപ്പോൾ നമ്മുടെ എക്സാം ബൈ ലേണിംഗിലെ ഫൗണ്ടേഷൻ കോഴ്സിലുള്ള ഒരുപാട് സ്റ്റുഡൻസിന് വളരെ റിമാർക്കബിൾ ആയിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റി എന്നുള്ള ആ ഒരു സന്തോഷ വാർത്ത ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ആക്ച്വലി അതിന്റെ മുഴുവൻ റിസൾട്ട് നമ്മൾ കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും നമ്മുടെ മെന്റേഴ്സ് സ്റ്റുഡൻസിന്റെ കയ്യിൽ നിന്ന് ആ ഒരു റിസൾട്ട് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരുപാട് ആളുകൾ ഓൾറെഡി നമ്മൾ ഇൻഫോം ചെയ്തു, അവരുടെ റിസൾട്ടും കാര്യങ്ങളും ഇൻഫോം ചെയ്തു. അപ്പോൾ അവരുടെ പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കുറേ ആളുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. മുവാദ് നമ്മുടെ 6th ഫൗണ്ടേഷൻ ബാച്ചിലെ സ്റ്റുഡന്റ് ആണ്. ചൈതന്യ 6th സ്റ്റുഡന്റ് ആണ്. ചിന്മയ് MR നമ്മുടെ 10th ഫൗണ്ടേഷൻ കോഴ്സിലെ സ്റ്റുഡന്റ് ആണ്. അതുപോലെ തന്നെ യാഷ് രാജ് 7th സ്റ്റുഡന്റ് ആണ്. മിഹ്റാൻ മുനീർ 6th ആണ്. അലീന അൻവർ 7th സ്റ്റുഡന്റ് ആണ്. ദെൻ നിഹാൽ അനീഷ് 7th സ്റ്റുഡന്റ് ആണ്. നികേത് രാജേഷ് 7th. അയാൻ മുഹമ്മദ് ഇക്ബാൽ 6th സ്റ്റാൻഡേർഡ് സ്റ്റുഡന്റ് ആണ്. മിദ്ലാൻ മുനീർ 10th ഫൗണ്ടേഷൻ സ്റ്റുഡന്റ് ആണ്. സഫ 7th. ഇഹാൻ ഷമീം 6th സ്റ്റുഡന്റ് ആണ്. ആൻഡ് മുഹമ്മദ് നിജാദ് 10th സ്റ്റുഡന്റ് ആണ്. അതുപോലെ തന്നെ അമാൻ ഫാദി 7th സ്റ്റുഡന്റ് ആണ്. ഇനിയും ഒരുപാട് സ്റ്റുഡൻസിന്റെ റിസൾട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ബാക്കിയുള്ള ആളുകളുടെ റിസൾട്ടും അതുമായിട്ട് റിലേറ്റ് ചെയ്ത പോസ്റ്റേഴ്സ് ഒക്കെ ഇനിയും ബാക്കിയുള്ളതൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജസിലും ഫേസ്ബുക്ക് പേജസിലൊക്കെ വൈകാതെ തന്നെ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതൊരു ചെറിയ കാര്യമല്ല. കാരണം നമ്മളൊരു സ്കൂളിലുള്ള എക്സാം കഴിയുമ്പോൾ A+ കിട്ടുന്നവരും അല്ലെങ്കിൽ A1 കിട്ടുന്നവരൊക്കെ 60,000 70,000 അങ്ങനെ 10,000 കണക്കിന് ആളുകളാണ് ഉണ്ടാവാറുള്ളത്, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇത്രയും ഹൈലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള എൻട്രൻസ് എക്സാമിനേഷൻസ് പോലെയുള്ള ഇത്തരത്തിലുള്ള എക്സാമുകൾ, സ്കോളർഷിപ്പ് എക്സാമുകളും മറ്റ് കോമ്പറ്റീവ് എക്സാമുകളൊക്കെ ക്രാക്ക് ചെയ്യുക എന്നുള്ളത് അത്യാവശ്യം ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം ഒരു ഡിസ്ക്രിപ്റ്റീവ് എക്സാം എഴുതുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും നെഗറ്റീവ് മാർക്കുകളും ലിമിറ്റഡ് ടൈമും അങ്ങനെ ഒരുപാട് കൺസ്ട്രെയിൻസ് വരുന്ന എക്സാമുകളാണ് കോമ്പറ്റീറ്റീവ് എക്സാമുകൾ എന്നുള്ളത്. അപ്പോൾ UIMO പോലെയുള്ള ഒരു കോമ്പറ്റീവ് എക്സാം, ഒളിമ്പ്യാഡ് എക്സാം നമ്മുടെ ഇത്രയധികം സ്റ്റുഡൻസ് നമ്മുടെ എക്സാം ബൈ ലേണിംഗിന്റെ ഫൗണ്ടേഷൻ കോഴ്സിൽ നിന്ന് ക്വാളിഫൈ ചെയ്തു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷം ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അവരൊക്കെ എങ്ങനെയാണ് ആക്ച്വലി ഇത് അച്ചീവ് ചെയ്തത്? കേരളത്തിൽ ലക്ഷക്കണക്കിന് സ്റ്റുഡൻസ് ഉണ്ടായിട്ടും അതിൽ എന്തുകൊണ്ട് കുറച്ച് സ്റ്റുഡൻസിന് മാത്രം ഇത്തരം കോമ്പറ്റീവ് എക്സാമുകളിൽ ബെസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നു? എല്ലാവരും സ്കൂളുകളിൽ പോകുന്നുണ്ട്, സ്കൂളുകളിൽ കോൺസെപ്റ്റ് പഠിക്കുന്നുണ്ട്, പലരും CBSE ഉള്ളവർക്ക് ഒരു സിലബസ് ഉണ്ട്, സ്റ്റേറ്റിലുള്ളവർക്ക് മറ്റൊരു സിലബസ് ഉണ്ട്, എല്ലാം അവർ ഒരുപോലെ പഠിക്കുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ഇതിൽ കുറച്ച് സ്റ്റുഡൻസിന് മാത്രം ഇത്തരത്തിലുള്ള റിസൾട്ടുകളിൽ എത്താൻ പറ്റുന്നു? ഇതൊരു വലിയ സിഗ്നിഫിക്കൻ്റ് ആയുള്ള ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ ഒരു 4-5 വർഷമായിട്ട് കേരളത്തിനോട് നമ്മളെല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇതാണ്, നമ്മളൊരു നോർമൽ സ്കൂളിംഗ് സിസ്റ്റത്തിൽ അവിടെ സ്കൂളിൽ പഠിക്കുന്ന കണ്ടന്റ് മാത്രം ആ ഒരു ലെവലിൽ സ്കൂൾ എക്സാമിന് വേണ്ടി പഠിച്ചു പോയി കഴിഞ്ഞാൽ അതൊരിക്കലും നമ്മളൊരു കോമ്പറ്റീറ്റീവ് എക്സാമിനേഷന്, ഒരു എൻട്രൻസ് ലെവൽ എക്സാമിനേഷന് ക്രാക്ക് ചെയ്യാനുള്ള ലെവലിലോട്ട് നമ്മുടെ സ്റ്റുഡൻസിനെ ഒരിക്കലും എത്തിക്കില്ല എന്നുള്ളത് കഴിഞ്ഞ കുറേ വർഷങ്ങളിൽ വിത്ത് ഡാറ്റ വെച്ചിട്ട്, പ്രൂഫ് വെച്ചിട്ട്, ഗവൺമെന്റ് പുറത്തുള്ള സർവേ റിപ്പോർട്ടുകൾ വെച്ചിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഒരു റിയൽ എക്സാമ്പിൾസ് അല്ലെങ്കിൽ അതിൻ്റെ റിയാലിറ്റി വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ കൂടിയാണ് ഇത്തരത്തിലുള്ള റിസൾട്ടുകൾ. എന്തുകൊണ്ട് എല്ലാവർക്കും കിട്ടുന്നില്ല? എന്തുകൊണ്ട് ഒരു ലിമിറ്റഡ് സെറ്റ് ഓഫ് സ്റ്റുഡൻസിന് മാത്രം കിട്ടുന്നു? കാരണം അവർ അഡീഷണൽ ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണ്, അവർ ഇത്തരം കാര്യങ്ങൾക്ക് അഡീഷണൽ എഫേർട്ട് എടുക്കുന്നവരാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്കൂളിലുള്ള എക്സാമുകൾ മാത്രമല്ല, അവർക്ക് ഒട്ടനവധി ഒരുപാട് കോമ്പറ്റീവ് എക്സാമുകളുണ്ട്. ഇപ്പോൾ USS കഴിഞ്ഞ ദിവസമാണ് USSന്റെ എക്സാമിനേഷൻ കഴിഞ്ഞത്. NMMS, NSTSC, ഇപ്പോൾ UIMO പറഞ്ഞ പോലെയുള്ള പ്രൈവറ്റ് ആയിട്ടും ഗവൺമെന്റ് കണ്ടക്ട് ചെയ്യുന്നതുമായിട്ടുള്ള ഒരുപാട് ഒളിമ്പ്യാഡ് എക്സാമുകൾ +1 +2 എത്തിക്കഴിഞ്ഞാൽ പിന്നെ CUT, JEE, NEET എന്ന് പറഞ്ഞിട്ടുള്ള മറ്റനേകം എക്സാമുകൾ, ഇങ്ങനെ ഒരുപാട് എക്സാമുകൾ ഉണ്ട്. ഇതൊക്കെ സ്കൂളിലുള്ള നമ്മുടെ നോർമൽ എക്സാമിനേഷന്റെ പാറ്റേണിൽ നിന്ന് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സാമുകളാണ്. ഇത് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള എക്സാമുകളൊക്കെ നമ്മളൊരു പക്ഷേ വിചാരിക്കും അതൊക്കെ +2 കഴിഞ്ഞിട്ടല്ലേ. ഒരു ഹൈസ്കൂളിലെ UPയിൽ പഠിക്കുന്ന സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് ഇല്ലല്ലോ എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് അവയർനെസ് ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ്. ഒരു UP ഹൈസ്കൂൾ ലെവലിലുള്ള സ്റ്റുഡൻസിന് എഴുതാൻ പറ്റുന്ന ഒട്ടനേകം എക്സാമുകളുണ്ട്. നിങ്ങൾ എക്സാം ബൈ ലേണിംഗിന്റെ യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കിയാൽ തന്നെ ഇത്തരത്തിലുള്ള ഓരോ എക്സാമുകളുടെയും അപ്ലിക്കേഷൻ ക്ഷണിക്കുമ്പോൾ അതിൻ്റെ ഓരോരോ പ്രൊസീജിയേഴ്സ് ആവുന്ന സമയത്ത് നമ്മൾ തന്നെ അതിൻ്റെ വീഡിയോസ് ഇടാറുണ്ട്, സ്റ്റുഡൻസിനെ ഗൈഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ UP ഹൈസ്കൂൾ ലെവലുള്ള സ്റ്റുഡൻസിന് ഒരുപാട് എക്സാമുകളുണ്ട്. പക്ഷേ സ്റ്റുഡൻസിന് അറിയാത്തതുകൊണ്ട് തന്നെ സ്റ്റുഡൻസ് അത് അപ്പിയർ ചെയ്യാറില്ല. അപ്പോൾ ഇങ്ങനെയുള്ള എക്സാമുകൾക്ക് എഴുതി നല്ല റിസൾട്ട് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ദേ നീഡ് ആൻ അഡീഷണൽ എഫേർട്ട്. അവർക്ക് അഡീഷണൽ ഗൈഡൻസ് വേണം. കോൺസെപ്റ്റ്സ് സാധാരണ പഠിക്കുന്നതിന് അപ്പുറത്തേക്ക് ഒന്നും കൂടെ കോൺസെപ്റ്റിന് അണ്ടർസ്റ്റാൻഡിങ്ങോട് കൂടി പഠിക്കാൻ അവർക്ക് പറ്റണം. അതാണ് ആക്ച്വലി നമ്മുടെ JEE, NEET ഫൗണ്ടേഷൻ പ്രോഗ്രാമിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്.
നേരത്തെ പറഞ്ഞ സ്റ്റുഡൻസ് എല്ലാം അവർ എന്തുകൊണ്ട് UMO പോലെയുള്ള ഇത്തരത്തിലുള്ള കോമ്പറ്റീവ് എക്സാമുകൾ ക്രാക്ക് ചെയ്യുന്നു? കാരണം അവരൊരു എക്സ്ട്രാ എഡ്ജിലൂടെ പോകുന്നവരാണ്. അവർ സ്കൂളിൽ പഠിക്കുന്ന കാര്യങ്ങളുടെ കൂടെ തന്നെ ഒരു എക്സ്ട്രാ ഫൗണ്ടേഷൻ കൂടി ചെയ്യുന്നതുകൊണ്ട് അവർക്ക് ഈ കാര്യങ്ങളെല്ലാം ഈസിയായി മാറുന്നു. കാരണം ഈ ഒരു പ്രോഗ്രാം ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇന്ത്യയിലുള്ള ഏറ്റവും ടഫസ്റ്റ് എൻട്രൻസ് എക്സാമിനേഷൻസ് ആയിട്ടുള്ള JEE NEET പോലുള്ള എക്സാമിനേഷൻസ് ക്രാക്ക് ചെയ്ത് ഇന്ത്യയിലെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞ് ഇറങ്ങിയിട്ടുള്ള ഈ ഒരു സെറ്റ് ഓഫ് ഫാക്കൽറ്റീസ് ആണ് ഈ ഒരു കംപ്ലീറ്റ് പ്രോഗ്രാം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിൽ ഓരോരുത്തരുടെയും ഡെസിഗ്നേഷൻ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇന്ത്യയിലെ ഏറ്റവും നമ്പർ 1 ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞ് ഇറങ്ങിയവരാണ്. അപ്പോൾ എൻട്രൻസ് എക്സാമിനേഷൻസ് ക്രാക്ക് ചെയ്ത് അതിന് ഐഡിയ ഉള്ള ഒരു സെറ്റ് ഓഫ് ഫാക്കൽറ്റീസ് സ്റ്റുഡൻസിനെ ഗൈഡ് ചെയ്യുമ്പോൾ, അവർ സ്റ്റുഡൻസിന് കോൺസെപ്റ്റ് പഠിപ്പിച്ച് കൊടുക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ഇത്തരത്തിലുള്ള എക്സാമുകൾക്ക് അവരെ ക്രാക്ക് ചെയ്യാൻ വേണ്ടി പ്രാപ്തരാക്കുന്ന രീതിയിലായിരിക്കും വരുന്നത്. അപ്പോൾ അവർ ഈ ഒരു സെറ്റ് ഓഫ് ഫാക്കൽറ്റീസ് ഡിസൈൻ ചെയ്തിട്ടുള്ള കോഴ്സാണ് നമ്മുടെ ഫൗണ്ടേഷൻ പ്രോഗ്രാം. ഇതൊരിക്കലും ഒരു നോർമൽ ട്യൂഷൻ പോലെയോ അല്ലെങ്കിൽ ഒരു ഓൺലൈൻ കോച്ചിങ് പോലെയോ അല്ല ഈ ഒരു പ്രോഗ്രാം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ 1-2 മണിക്കൂറുകൾ നിൽക്കുന്ന ലെക്ചേഴ്സ് എല്ലാം ഷോർട്ട് വീഡിയോ കണ്ടന്റ്സ് ആയിട്ട് കോൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ടാണ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓരോ വീഡിയോസ് കഴിഞ്ഞാലും ആ വീഡിയോസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നെക്സ്റ്റ് വരാൻ പോകുന്നത്. അപ്പോൾ ഒരു സ്റ്റുഡന്റിന് ഒരു കോൺസെപ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് ആ സ്റ്റുഡന്റ് ചെക്ക് ചെയ്യാൻ പോകുന്നത് ആ പഠിച്ച കോൺസെപ്റ്റ് എത്രമാത്രം ക്ലിയർ ആണ്, അത് റെഡി ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രമേ അടുത്തൊരു കോൺസെപ്റ്റിലോട്ട് പോകുന്നുള്ളൂ. മാത്രമല്ല ഫിസിക്സ് പോലെയുള്ള സബ്ജക്റ്റുകളിലൊക്കെ കുറച്ചുകൂടി ആനിമേഷൻസും സിമുലേഷൻസും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വിഷ്വൽ അപ്പീലിംഗ് കൊടുത്തുകൊണ്ടാണ് സ്റ്റുഡൻസിന് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. റെക്കോർഡ് ക്ലാസ്സുകളിൽ മാത്രമല്ല ഒരു സെറ്റ് ഓഫ് ഫാക്കൽറ്റീസ് വരുന്നത്, ലൈവ് ക്ലാസ്സുകളിലും ഇതേ ഹൈലി ക്വാളിഫൈഡ് ആയുള്ള ഫാക്കൽറ്റീസ് ആണ് സ്റ്റുഡൻസിന് ലൈവ് ക്ലാസ്സുകൾ വഴിയും ക്ലാസ്സുകൾ എടുക്കാൻ വരുന്നത്. കൂടാതെ ഇത്തരത്തിലുള്ള കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, അഡീഷണൽ കണ്ടന്റ്സ് ഇതെല്ലാം പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്, പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെഷ്യലി പ്രിപ്പയർ ചെയ്തിട്ടുള്ള എക്സാം വൈ ലേണിംഗ് തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകളും വർക്ക് ബുക്കുകളും ഈ ഒരു കോഴ്സിലെ പാർട്ടായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. വർക്ക് ബുക്കിൽ തന്നെ ലെവൽ 1, ലെവൽ 2, ലെവൽ 3 എന്ന് പറഞ്ഞ 3 ഡിഫറെന്റ് ലെവലിലായിട്ട് സ്റ്റുഡൻസിന്റെ കപ്പാസിറ്റി മെഷർ ചെയ്തുകൊണ്ട് തന്നെ അവരെ അനലൈസ് ചെയ്യാൻ വേണ്ട ക്വസ്റ്റ്യൻസ് അതിന്റെ പാർട്ടായിട്ടുണ്ട്. അതായത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീക്ക്ലി എക്സാംസ് ഓരോ ചാപ്റ്ററുകൾക്കും ഈച്ച് ആൻഡ് എവറി ചാപ്റ്റേഴ്സിന് നമ്മൾ എങ്ങനെയാണോ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി JEE എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത് അത്തരത്തിലുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വെച്ചുകൊണ്ട് നെഗറ്റീവ് മാർക്കും ലിമിറ്റഡ് ടൈമും വെച്ചുകൊണ്ട് നമ്മൾ ഓരോ ചാപ്റ്റേഴ്സിന് എക്സാം കണ്ടക്ട് ചെയ്യാറുണ്ട്. ചാപ്റ്റർ ടെസ്റ്റുകൾ മാത്രമല്ല ടേം എക്സാമുകൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. പിന്നീട് അതിന് ഡിസ്കഷൻസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഇങ്ങനെ എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് നമ്മുടെ ഈ ഒരു കംപ്ലീറ്റ് പ്രോഗ്രാം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കൂടാതെ ഒരു ഹൈസ്കൂൾ UP സ്റ്റുഡൻ്റ് ഒക്കെ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും മുന്നോട്ട് പോകുമ്പം ഒരുപാട് ഡീമോട്ടിവേറ്റഡ് ആവുന്ന സിറ്റുവേഷൻസ് വരും, ഡൗൺ ആയി പോകുന്ന സിറ്റുവേഷൻസ് വരും. ഇത്തരം സമയങ്ങളിൽ അവരെ മോട്ടിവേറ്റ് ചെയ്യാനും അവരെ ട്രാക്ക് ചെയ്യാനും അവർ കണ്ടിന്യൂസ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനും പാരൻസിന്റെ കൺസേൺസ് എന്തുണ്ടെങ്കിലും ഏത് സമയത്തും ഷെയർ ചെയ്യാനും വേണ്ടിയിട്ട് എല്ലാ സ്റ്റുഡൻസിനും പേഴ്സണൽ മെന്റേഴ്സിനെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ആസ് എ ഫ്രണ്ട് ഒരു അക്കാഡമിക് ഇയർ മുഴുവൻ അവരെ കൂടെ നിൽക്കുന്ന അവരെ സപ്പോർട്ട് ചെയ്യാൻ ഈ മെന്റേഴ്സ് ഉണ്ടായിരിക്കും. കൂടാതെ അവർക്ക് ഏത് സമയത്തും ഡൗട്ട് ക്ലിയറൻസ് ഉള്ള ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കും. അങ്ങനെ ഇത്തരത്തിൽ നമ്മുടെ ഈ ഒരു ഫാക്കൽറ്റി സെറ്റ് ഡിസൈൻ ചെയ്തുള്ള ഈ ഒരു കോഴ്സ് നമ്മുടെ എക്സാം വൈ ലേണിംഗിന്റെ ആപ്പ് വഴിയോ അല്ലെങ്കിൽ വെബ്സൈറ്റ് വഴിയൊക്കെ നമുക്ക് അക്സസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് വീഡിയോസ് ഉണ്ടായിരിക്കും, നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റുഡൻസിന്റെ പെർഫോമൻസ് അനലിറ്റിക്സ് ഉണ്ടായിരിക്കും, എവിടെയാണ് അവർ വീക്ക്, എവിടെയാണ് സ്ട്രോങ്, എത്ര എക്സാമുകൾ എഴുതി, അതിലെ പെർഫോമൻസ്, എത്ര വീഡിയോസ് കണ്ടു, അങ്ങനെ മുഴുവൻ കാര്യങ്ങളും നമുക്ക് അനാലിസിസ് കിട്ടും. ലീഡർ ബോർഡ് ആൻഡ് റാങ്ക് ലിസ്റ്റുകൾ ഓരോ എക്സാം കഴിഞ്ഞാലും ഓരോ അനാലിസിസ് ടെസ്റ്റുകൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ റാങ്ക് ലിസ്റ്റുകൾ പബ്ലിഷ് ചെയ്യാറുണ്ട്. കാരണം ഒരു ഗ്രേഡ് സിസ്റ്റം പോലെ എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമുകളിൽ ഇവിടെ റാങ്ക് സിസ്റ്റമാണ്. റാങ്ക് സിസ്റ്റം അവർ ഫെമിലർ ആയേ പറ്റൂ. ആ രീതിയിൽ പഠിച്ചാൽ മാത്രമേ അവർക്ക് ഫ്യൂച്ചറിലും എഴുതാൻ പോകുന്ന എക്സാമുകൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതുകൊണ്ട്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ലൈവ് ക്ലാസ്, ഇത് ഞാൻ തന്നെ എടുത്തിരുന്ന ഒരു ലൈവ് ക്ലാസിന്റെ സ്ക്രീൻഷോട്ടാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ ലൈവ് ക്ലാസ്സുകൾ സ്റ്റുഡൻസിന് Zoom വഴിയാണ് പ്രൊവൈഡ് ചെയ്യുക. സ്റ്റഡി മെറ്റീരിയൽസ് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ആൻഡ് വർക്ക് ബുക്ക് സ്പെഷ്യലി ഡിസൈൻഡ് ആയിട്ടുള്ള ബുക്സ് ഉണ്ട്. അതിൻ്റെ കൂടെ വേറെയും കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വെൽക്കം കിറ്റ് ആയിട്ട് ജോയിൻ ചെയ്യുന്ന സ്റ്റുഡൻസിന് കേരളത്തിൽ എവിടെയാണെങ്കിലും അവർക്ക് കൊറിയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഇതെല്ലാം പറയുമ്പോഴും പല ആളുകളും വിചാരിക്കുക ഒരു ചെറിയ ക്ലാസ്സിൽ തന്നെ UPയിലും ഹൈസ്കൂളിലെ സ്റ്റുഡൻസിനെ പ്രഷർ കുക്കർ ആക്കണോ, അവർക്ക് ഇത്രയും വലിയ ബേർഡൻ കൊടുക്കണോ എന്നുള്ളതാണ്. ഒരിക്കലും സ്റ്റുഡൻസിനെ ഓവർ പ്രഷർ ആക്കിയിട്ട് ഒരു പ്രഷർ കുക്കറാക്കി മാറ്റുക എന്നുള്ളതല്ല നമ്മുടെ പർപ്പസ്. ഇവിടെ ഒരുപാട് മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ലോങ് ലെക്ചേഴ്സ് കൊടുക്കുക എന്നുള്ളതല്ല നമ്മുടെ പർപ്പസ്. സ്റ്റുഡൻസ് പഠിക്കുന്ന കാര്യങ്ങളെ കോൺസെപ്റ്റുവൽ ക്ലാരിറ്റിയോട് കൂടി ഒരു കോമ്പറ്റേറ്റീവ് മൈൻഡോട് കൂടി പ്രോബ്ലം സോൾവിംഗ് സ്കില്ലുകളും മറ്റ് സ്കില്ലുകളും എൻഹാൻസ് ചെയ്ത രീതിയിൽ അവർ പ്രിപ്പയർ ചെയ്യിപ്പിക്കുക. ഇതാണ് നമ്മുടെ പർപ്പസ്. അപ്പോൾ ഇത് വളരെ സയന്റിഫിക് ആയ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ബേർഡൻ ആവാതെ, അവർക്കൊരു എക്സ്ട്രാ എഫേർട്ട് ഇടാതെ തന്നെ, അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് പ്രഷർ ചെലുത്താതെ സ്ട്രെസ്ഡ് ആക്കാതെ തന്നെ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇതിനൊക്കെ കൂടെ നമ്മൾ പാരൻസിനും കൂടിയും എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരുപാട് സെഷൻസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. പാരന്റിങ് എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകൾ കൊണ്ടുവന്നിട്ട് പാരൻസിനും എങ്ങനെയാണ് ബെസ്റ്റ് ആയിട്ട് സ്റ്റുഡൻസിനെ ഗൈഡ് ചെയ്യാൻ പറ്റുക, അവരെങ്ങനെ സപ്പോർട്ട് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളിൽ പാരൻസിനെ സപ്പോർട്ട് ചെയ്യാനുള്ള പാരന്റിങ് സെഷൻസ് നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. നമ്മുടെ അക്കാഡമിക് സ്ട്രക്ചറിലോട് നോക്കുകയാണെങ്കിൽ
CBSEക്കും സ്റ്റേറ്റ് നമ്മൾ സെപ്പറേറ്റ് ബാച്ചസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്, കാരണം അവരുടെ സിലബസിൽ സ്ലൈറ്റ് ഡിഫറൻസ് ഉള്ളതുകൊണ്ട്. പക്ഷേ ഇതിൽ ഓരോ സ്റ്റുഡൻറ്റും ഓരോ ദിവസവും ഏത് വീഡിയോസ് ആണ് കാണേണ്ടത്, ഏതൊക്കെ ദിവസങ്ങളാണ് റെക്കോർഡ് വീഡിയോസ്, എന്നാണ് ലൈവ് ക്ലാസ്സുകൾ, എന്നാണ് വർക്ക് ബുക്ക് പ്രാക്ടീസ് ചെയ്യേണ്ടത്, എന്നാണ് എക്സാമുകൾ വരുന്നത്, ഇങ്ങനെ മുഴുവൻ കാര്യങ്ങളും ഡേ ബൈ ഡേ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ടുള്ള അക്കാഡമിക് ഷെഡ്യൂൾ ഓരോ സ്റ്റുഡൻറ്റിനും പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് വെച്ചിട്ട് സ്റ്റുഡൻസിന് കംപ്ലീറ്റ് കാര്യങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ ഒരു പ്രോപ്പർ ടൈം ടേബിൾ വെച്ചിട്ട് തന്നെ ഫോളോ ചെയ്യാൻ പറ്റും. അപ്പോൾ ഓരോ ക്ലാസ്സിനും അത് ആ രീതിയിൽ നമ്മൾ സിലബസുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. സയൻസിലെയും മാത്സിലെയും സിലബസ് കംപ്ലീറ്റ് ആ രീതിയിൽ നമ്മൾ ഡിഫറെൻറ്റ് ക്ലാസ്സുകൾക്ക് അനുസരിച്ചിട്ട് ഇത്തരത്തിൽ നമ്മൾ ഓൾറെഡി ഡിസൈൻ ചെയ്തതാണ്. ഓക്കെ, ഇനി ഓരോ സ്റ്റുഡൻറ്റും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സിൻ്റെ കൂടെ തന്നെ ഒരു ബേസിക് മാത്ത് കോഴ്സ് നമ്മൾ ഫ്രീ ആയിട്ട് അവൈലബിൾ ആക്കാറുണ്ട്. ഇത് ആക്ച്വലി സെപ്പറേറ്റ് കോഴ്സാണ്, പക്ഷെ അത് ഫ്രീ ആയിട്ട് നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സിലെ സ്റ്റുഡൻസിന് അവൈലബിൾ ആക്കും. അതിൻ്റെ കാര്യം ഇത്രയേ ഉള്ളൂ, മാത്തമാറ്റിക്സിലെ എല്ലാ കോൺസെപ്റ്റ്സും ക്ലിയർ ആക്കിയിട്ട് വേണം സ്റ്റുഡൻസ് ഒരു ഫൗണ്ടേഷൻ കോഴ്സിലോട്ട് വരാൻ. കാരണം ഫൗണ്ടേഷൻ കോഴ്സിൽ എത്തുമ്പോൾ അവർ അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ബേസിക് കാര്യങ്ങളിൽ ഒരു പ്രശ്നം അവർക്ക് ഉണ്ടാവരുതെന്ന് ഉറപ്പുവരുത്താൻ ഏകദേശം 1000-ഓളം ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്യുന്ന വളരെ ഷോർട്ട് ആൻഡ് ക്രിസ്പ് ആയിട്ടുള്ള ഈ ഒരു കോഴ്സ് നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സിൽ ജോയിൻ ചെയ്യുന്ന മുഴുവൻ സ്റ്റുഡൻസിനും ഫ്രീ ആയിട്ട് നമ്മൾ അവൈലബിൾ ആക്കുന്നതാണ്. മാത്രമല്ല GCC സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഈ വർഷം നമ്മൾ GCC എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ബാച്ച്, ഫസ്റ്റ് തുടങ്ങുന്ന ഒരു ബാച്ച് നമ്മൾ GCC സ്റ്റുഡൻസിന് എക്സ്ക്ലൂസീവ് ആയിട്ട് ഓഫർ ചെയ്യുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് ബാച്ച് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ, പിന്നീട് ജോയിൻ ചെയ്യുന്ന GCC സ്റ്റുഡൻസിന് നോർമൽ ബാച്ചിലോട്ടേ അവസരം ഉണ്ടായിരിക്കുള്ളൂ. നേരത്തെ ഫസ്റ്റ് ഇനീഷ്യലി ജോയിൻ ചെയ്യുന്ന സ്റ്റുഡൻസിന് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന GCC സ്പെഷ്യൽ ബാച്ചിലോട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. അവരുടെ വെക്കേഷൻസും കാര്യങ്ങളും ടൈമിംഗ് ഒക്കെ കൺസിഡർ ചെയ്തുകൊണ്ടുള്ള ഒരു ബാച്ച് ആയിരിക്കും. കാരണം ഒരുപാട് സ്റ്റുഡൻസ് നമുക്ക് GCC കൺട്രീസിൽ നിന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ വർഷം എക്സ്ക്ലൂസീവ് ആയിട്ട് GCC സ്റ്റുഡൻസിന് ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സിൽ ഈ ഒരു രീതിയിൽ വന്ന സ്റ്റുഡൻസിന് ഒരു 8th അല്ലെങ്കിൽ 6th ജോയിൻ ചെയ്ത് അത് കഴിഞ്ഞ് ഒരു +2 കഴിഞ്ഞ് എൻട്രൻസ് എക്സാമിനേഷൻ എഴുതി റിസൾട്ട് വരുന്നത് വരെയുള്ള ആ ഒരു ജേർണിയിൽ അവർക്ക് ഒരുപാട് അച്ചീവ്മെന്റ്സ് അവർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ UAMO വളരെ റീസെന്റ് വന്നൊരു അച്ചീവ്മെന്റാണ്. ഇപ്പോൾ ഈ വർഷത്തെ തന്നെ നമ്മുടെ JEE മെയിൻസിന്റെ റിസൾട്ട് വന്നപ്പോൾ നമ്മുടെ സ്റ്റുഡൻസ് ഹൈ പെർസെൻറ്റേജ് നേടിയിട്ട് 99 above 98 above പെർസെൻറ്റേജ് നേടിയിട്ട് വളരെ ബെസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് നമ്മുടെ ഇനീഷ്യൽ ബാച്ചസിലുള്ള ഫൗണ്ടേഷൻ കോഴ്സ് സ്റ്റുഡൻസ് ഇപ്പോൾ +2 കഴിഞ്ഞിട്ട് കാഴ്ചവെച്ചത്. കഴിഞ്ഞ വർഷങ്ങളിൽ ഇതുപോലെ JEE അഡ്വാൻസ്ഡ് എന്ന് പറയുന്ന ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ടഫസ്റ്റ് എക്സാമിനേഷൻസിൽ നമ്മുടെ സ്റ്റുഡൻസ് ബെസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസ് കാണിച്ചു. ഇന്ന് ഇന്ത്യയിലുള്ള പല IIT-കളിലും മറ്റു പല എഞ്ചിനീയറിംഗ് കോളേജുകളിലും അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മുടെ അമൻ റിഷാദ് എന്ന് പറയുന്ന നമ്മുടെ ഫസ്റ്റ് ഫൗണ്ടേഷൻ ബാച്ചിലെ സ്റ്റുഡൻറ്റ് കേരള JEE 3rd റാങ്ക് ആയിരുന്നു, 99.96% നേടിയിട്ട്. അപ്പോൾ അവരൊക്കെ ചെറിയ ക്ലാസ്സുകളിൽ നിന്ന് തുടങ്ങിയിട്ടുള്ള ഈ ഒരു പ്രിപ്പറേഷൻ, ഈ ഒരു ജേണി, ഫൗണ്ടേഷനോട് കൂടി വന്നിട്ടുള്ള ഈ ഒരു ജേണിയാണ് അൾട്ടിമേറ്റ്ലി അവരെ എല്ലാവരും +2 കഴിയുമ്പോഴേക്കിന് ഇത്രയും ബെസ്റ്റായിട്ടുള്ള റിസൾട്ടിലോട്ട് എത്തിക്കുന്നത്. ഇനി നമ്മൾ ഒരുപാട് എക്സാമുകൾ എടുത്ത് നോക്കാം. ഇപ്പോൾ നീറ്റ് എക്സാമുകളിലായിക്കോട്ടെ, ഇനി നമ്മുടെ RMO എന്ന് പറയുന്ന, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടോ, IOQM എന്ന് പറയുന്ന ഒരു എക്സാം ഉണ്ട്. അതായത് ഇന്ത്യൻ ഒളിമ്പ്യാഡ് ക്വാളിഫയർ ഇൻ മാത്തമാറ്റിക്സ് എന്ന് പറയും. ഇന്ത്യയിൽ തന്നെ റെപ്രസെന്റ് ചെയ്ത് മറ്റു രാജ്യങ്ങളുടെ മുന്നിൽ അക്കാഡമിക്കലി കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഒളിമ്പ്യാഡ് എക്സാമുകൾ എന്നുള്ളത്. അതിന്റെ ഫസ്റ്റ് സ്റ്റേജാണ് IOQM, സെക്കൻഡ് വരുന്നതാണ് RMO. അപ്പോൾ RMOയിൽ നമ്മുടെ സ്റ്റുഡൻസ് ബെസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്തു, IOQM നമ്മുടെ ഒരുപാട് സ്റ്റുഡൻസ് ബെസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്തു. ഇതെന്ന് പറഞ്ഞാൽ വളരെ ടഫസ്റ്റ് ആയിട്ട് എക്സാമിനേഷൻസ് ആണ്. കാരണം ഇന്ത്യയിൽ തന്നെ ഒരു ഹാൻഡ്ഫുൾ ഓഫ് സ്റ്റുഡൻസിനെ മാത്രം സെലക്ട് ചെയ്യാനുള്ള ഒരു പ്രൊസീജിയറിന്റെ ഇനീഷ്യൽ സ്റ്റേജസ് ആണ് ഇതെല്ലാം. അപ്പോൾ ആ അത്തരത്തിൽ ഹൈലി കോമ്പറ്റീറ്റീവ് ആയുള്ള എക്സാമുകളിൽ പോലും നമ്മുടെ സ്റ്റുഡൻസ് ക്വാളിഫൈ ചെയ്യുന്നു. ഇത് കഴിഞ്ഞ വർഷത്തെ UMOയുടെ റിസൾട്ടാണ്. കഴിഞ്ഞ വർഷം നമുക്ക് UMOയിൽ ഒരുപാട് സ്റ്റുഡൻസ് ക്വാളിഫൈ ചെയ്തിരുന്നു. ഈ വർഷത്തെ റിസൾട്ടുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റു പല PM ഫൗണ്ടേഷൻ പോലെയുള്ള ഒരുപാട് ഫൗണ്ടേഷൻസ് കണ്ടക്ട് ചെയ്യുന്ന പ്രോഗ്രാമുകളിൽ, മറ്റു പല ഏജൻസീസ് കണ്ടക്ട് ചെയ്യുന്ന പ്രോഗ്രാമുകളിൽ, ഇപ്പം മറ്റു പല ഒളിമ്പ്യാഡ് എക്സാമുകളുണ്ട്. നമ്മൾ സയൻസിലും മാത്സിലും പോലെ തന്നെ പല 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 സബ്ജക്റ്റുകളിൽ ഒളിമ്പ്യാഡ് എക്സാമുകളുണ്ട്. അത്തരത്തിലുള്ള ഇപ്പോൾ നാഷണൽ മെറ്റീരിയോളജിക്കൽ ഒളിമ്പ്യാഡ് 2024 നമ്മുടെ നേഹ എന്ന് പറയുന്ന സ്റ്റുഡൻറ്റ് ക്വാളിഫൈ ചെയ്തിട്ടുള്ളത്. അതുപോലെ ന്യൂ മാത്സ്, MSAT, NSTSC, ഇത്തരത്തിലുള്ള MSAT പോലെയുള്ള ഒരുപാട് എക്സാമുകളുണ്ട്. ഇതിലെല്ലാം നമ്മുടെ സ്റ്റുഡൻസ്, നിങ്ങളിപ്പോൾ ഈ പോസ്റ്റേഴ്സിൽ കാണുന്നത് പോലെ അവരെല്ലാം ക്വാളിഫൈ ആവാനുള്ള കാരണം അവർ ഈ രീതിയിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ടാണ്. ഇപ്പോൾ കറൻ്റ്ലി ISRO യുവിക എന്ന് പറയുന്ന ISRO കണ്ടക്ട് ചെയ്യുന്ന 2 weeks നീണ്ടു നിൽക്കുന്ന സമ്മർ ക്യാമ്പിലോട്ട്, സമ്മർ ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിലോട്ട് ഇപ്പോൾ ആപ്ലിക്കേഷൻ വിളിച്ചിരിക്കുന്ന സമയമാണ്. കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ നമ്മുടെ എക്സാം വാലിഡിൽ നിന്ന് 6 സ്റ്റുഡൻസ് ആണ് ആ ഒരു പ്രോഗ്രാമിലോട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ വർഷം ഇപ്പോൾ 9th പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിന് നമ്മൾ അതിന്റെ ഗൈഡൻസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഈ സമയത്ത് അപ്ലൈ ചെയ്യാം, അവർക്കും ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഓൾ ഓവർ ഇന്ത്യ ലിമിറ്റഡ് നമ്പർ ഓഫ് സ്റ്റുഡൻസിനെ മാത്രം സെലക്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമിലോട്ടാണ് അവർക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാൻ പോകുന്നത്. അവർക്ക് അവിടെ പോകാനും ISRO ചെയർമാൻ അടക്കമുള്ള ഒരുപാട് ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനുമുള്ള വലിയ ഓപ്പർച്യൂണിറ്റിയാണ് ISRO യുവിക കൊടുക്കുന്നത്. അതുപോലെ തന്നെ IISc എന്ന് പറയുന്ന ഇന്ത്യയിലെ നമ്പർ 1 യൂണിവേഴ്സിറ്റി കണ്ടക്ട് ചെയ്യുന്ന അവരുടെ സമ്മർ ക്യാമ്പിലോട്ട് ഓൾ ഓവർ ഇന്ത്യ 16 സ്റ്റുഡൻസിനെ സെലക്ട് ചെയ്തപ്പോൾ അതിൽ 4 സ്റ്റുഡൻസ് നമ്മുടെ എക്സാം വൈ ലേണിംഗിൽ നിന്ന് കേരളത്തിൽ നിന്ന് പോയി എന്നുള്ളതാണ്.
25% നമ്മുടെ എക്സാം വാല്യൂ എഴുതുന്ന സ്റ്റുഡൻസ് ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻറ്റ് എക്സാമുകളിൽ ഡിഫറെൻറ്റ് കോമ്പറ്റീഷൻസിൽ ഇനി നമ്മുടെ ബോർഡ് എക്സാമുകളുടെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിലും ഇതേ സ്റ്റുഡൻസ് ഈ ഹൈലി കോമ്പറ്റീവ് എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ട് തന്നെ ബോർഡ് എക്സാമുകൾ SLC എക്സാം ആയിക്കോട്ടെ, നമ്മുടെ CBSEയുടെ എക്സാം ആയിക്കോട്ടെ, ഇതുപോലെയുള്ള USS NMMSC പോലെയുള്ള ഗവൺമെന്റ് കണ്ടക്ട് ചെയ്യുന്ന എക്സാമുകൾ, ICSE IGCSE പോലെയുള്ള ബോർഡുകൾ കണ്ടക്ട് ചെയ്യുന്ന എക്സാമുകളെല്ലാം നമ്മുടെ സ്റ്റുഡൻസിന് ബെസ്റ്റായി പെർഫോം ചെയ്യാൻ പറ്റുന്നതിന്റെ കാര്യം അവർ ഈ രീതിയിലുള്ള ഫൗണ്ടേഷനിലൂടെ വരുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ സ്റ്റുഡൻസിന് ഒരു ഹയർ ഡ്രീം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അവരെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. ഇപ്പോൾ സക്സസ് സ്റ്റോറീസ് എന്ന് പറഞ്ഞ് നമ്മൾ ഫ്രീ ആയിട്ടുള്ള വെബിനാർ സീരീസ് പല കാര്യങ്ങളിൽ എത്തിപ്പെട്ടിട്ടുള്ള ഹൈലി പ്രൊഫഷണലി സ്കിൽഡ് ആയിട്ടുള്ള പല ആളുകളെയും പല പ്രൊഫഷണൽസിനെയും കൊണ്ടുവന്നുകൊണ്ട് സ്റ്റുഡൻസിന് ഡയറക്റ്റ് ആയിട്ട് അവരുടെ എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അതാണ് സക്സസ് സ്റ്റോറീസ് എന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് കാണാൻ പറ്റും പല ഫീൽഡിൽ നിന്നുള്ള എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളെയാണ് നമ്മൾ ആ ഒരു പ്രോഗ്രാമിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു കോഴ്സിലോട്ട്, നമ്മുടെ ഈ ഒരു ഫൗണ്ടേഷൻ കോഴ്സിലോട്ട് ഇപ്പോൾ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. മാർച്ച് മിഡോട് കൂടി നമ്മൾ ഫസ്റ്റ് ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. 10th CBSEയുടെ ഫസ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യും. ഏപ്രിലിൽ തന്നെ ബാക്കി ക്ലാസ്സുകളുടെയൊക്കെ ബാച്ചുകൾ നമ്മൾ ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. GCC ബാച്ചുകളും ഇനീഷ്യലി നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾക്കും നമ്മൾ ഈ ഒരു കോഴ്സിൽ പാർട്ടാവാം. ഇത്തരത്തിലുള്ള ഹൈ ആസ്പിറേഷൻസ് ഉള്ള ഡ്രീംസ് ഉള്ള ഏതൊരു സ്റ്റുഡൻറ്റും നമ്മൾ ഈ ഒരു കോഴ്സിലോട്ട് പാർട്ടാവുന്നതാണ്. നിങ്ങൾക്ക് അതിൽ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ ഇവിടെ കാണിക്കാം. 7561881133 എന്ന് പറയുന്ന ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തരുന്നതാണ്. നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ മെൻറ്റേഴ്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, നിങ്ങൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ മെൻറ്റേഴ്സ് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി കണക്ട് ചെയ്യും. ബാക്കിയുള്ള നേരത്തെ ജോയിൻ ചെയ്യുന്നവർക്കുള്ള അഡ്വാൻറ്റേജും നിങ്ങൾക്ക് കിട്ടും. ഇപ്പം നേരത്തെ ജോയിൻ ചെയ്യുന്നവർക്ക് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ബേസിക് മാത്ത് കോഴ്സ് അടക്കമുള്ള ഒരുപാട് എക്സ്ട്രാ കാര്യങ്ങൾ നേരത്തെ ജോയിൻ ചെയ്യുന്നവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഇനീഷ്യലി ജോയിൻ ചെയ്യുന്നവർക്ക് മാത്രമാണ് ഉണ്ടാവുക. കാരണം വൺസ് ക്ലാസ്സുകൾ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നേരത്തെ ജോയിൻ ചെയ്യുക എന്നുള്ളൊരു കോൺസെപ്റ്റ് അവിടെ ഇല്ല. കാരണം നമുക്ക് ടൈം ഉണ്ടാവില്ല. സോ നേരത്തെ ജോയിൻ ചെയ്യുന്നവർക്ക് ക്ലാസ് തുടങ്ങുന്നവരെയുള്ള സമയം ഇത്തരത്തിലുള്ള ഒരുപാട് അഡീഷണൽ കാര്യങ്ങൾ ഫ്രീ ആയിക്കൊണ്ട് തന്നെ അവർക്ക് അവൈലബിൾ ആയിരിക്കും. സോ ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. 7561881133 എന്ന് പറയുന്ന നമ്പറിൽ കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് നമ്മുടെ ടീമുമായിട്ട് സംസാരിക്കാം. ഈ ഒരു കോഴ്സിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ജസ്റ്റ് കോളോ അല്ലെങ്കിൽ മെസ്സേജോ ചെയ്ത് കഴിഞ്ഞാൽ അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരോടും പറയാനുള്ള കാര്യം, നിങ്ങൾ ഫൗണ്ടേഷൻ കോഴ്സ് ചെയ്യുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലൊക്കെ ലോങ് ടേമുള്ള ഡ്രീമുകൾ മുന്നിൽ വെക്കുക. ഒരുപാട് കോമ്പറ്റീവ് എക്സാമുകളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നമ്മുടെ എക്സാം വാല്യൂ ലേണിംഗിന്റെ യൂട്യൂബ് ചാനൽ തന്നെ നമ്മൾ ഒരുപാട് പറയാറുണ്ട്. ഫൗണ്ടേഷൻ കോഴ്സിലെ സ്റ്റുഡൻസിനാണെങ്കിൽ അവരോട് സ്പെഷ്യലി മെന്റേഴ്സ് വഴി നമ്മൾ ഈ കാര്യങ്ങൾ ഇൻഫോം ചെയ്യാറുണ്ട്, ഗൈഡൻസ് കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ പാർട്ടാവുക. നല്ല രീതിയിൽ കോൺസെപ്റ്റ്സ് എല്ലാം നല്ല രീതിയിൽ പഠിച്ച് നല്ല ഡ്രീമുകളോട്ട് പോകുന്ന ആ ഒരു കമ്മ്യൂണിറ്റിയിൽ, ആ ഒരു പിയർ ഗ്രൂപ്പിന്റെ പാർട്ടായി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മുടെ പാത്തും സ്മൂത്ത് ആവും, പാത്തും ക്ലിയർ ആവും. ഓക്കെ, സോ ഫൈനലി എനിക്ക് പറയാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ. ഫ്ലൈ ഹൈ, ലെറ്റ്സ് ഫ്ലൈ ഹൈ. നമ്മൾ ഉയരത്തിൽ പറക്കേണ്ടവരാണ്. ജസ്റ്റ് സാധാരണ ഒരു സ്കൂൾ എക്സാമുകൾ മാത്രം എഴുതി അങ്ങനെ പാസ്സായി പോകേണ്ടവരെല്ലാം നമ്മുടെ സ്വപ്നങ്ങളോട്ട് ഉയർന്ന് പറക്കാനുള്ളവരാണ്. സോ ഓൾ ദി വെരി ബെസ്റ്റ്. ആൻഡ് നിങ്ങൾക്ക് എന്ത് ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിലും നമ്മൾ ആ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളെല്ലാവരും കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളും വെയിറ്റിംഗ് ആണ്. താങ്ക് യു.